السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ആശിക്യങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോകത്തും അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് മഹത്തായ അറഫയുടെ ദിവസമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഏറെ ബഹുമാനിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം കൊണ്ട് അനുഗ്രഹം ലഭിച്ച മഹാന്മാരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്വഹാബികൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, ഓരോ ദിവസത്തിനും 1000 ദിവസത്തിൻ്റെ മൂല്യമാണ്. ഓരോ ദിവസത്തിനും 1000 ദിവസത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസമെങ്കിൽ, അറഫ എന്ന ഒറ്റ ദിവസം, ഇന്നത്തെ ദിവസം മാത്രം 10000 ദിവസത്തിൻ്റെ മൂല്യം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ദിവസമായിട്ടാണ് സ്വഹാബികൾ എണ്ണിയത്. അത്രക്ക് പ്രതിഫലം ലഭിക്കുന്ന ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ഇന്നത്തെ ദിവസം നോമ്പ് നോൽക്കുന്ന ആൾക്ക് കഴിഞ്ഞുപോയ ദോഷങ്ങൾ മാത്രമല്ല, വരാനിരിക്കുന്ന ദോഷങ്ങൾ പോലും ഈ ഒറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു പുറത്തു തരുന്ന അതിമഹത്തായ ദിവസമാണ് ഇന്നത്തെ ദിവസം. അള്ളാഹു നമ്മെ പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ അള്ളാഹു പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെയൊക്കെ പ്രതിഫലം കൊണ്ട്, ഇതിൻ്റെയൊക്കെ മഹത്വം കൊണ്ട്, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നു എന്ന ഒരു വലിയൊരു അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമ്മെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അമ്പിയാക്കളുടെ സ്ഥാനത്ത് അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത്. അള്ളാഹു ബഹുമാനിച്ച ദിവസങ്ങളെ ബഹുമാനിക്കുക, അള്ളാഹു ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ചവരെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ദുനിയാവിൽ. അള്ളാഹു ബഹുമാനിച്ച ആളുകളുടെ ഇസ്സത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു പവർ ഈ ദുനിയാവിൽ ലോകാവസാനം വരെ മനുഷ്യർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും, ഏതെങ്കിലും തരത്തിലായിട്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ബഹുമാനിച്ചു. ആ ബഹുമാനം നമ്മൾ ഇപ്പോഴും ഓരോ നമസ്കാരത്തിലും, ഓരോ 5 വഖ്ത് നമസ്കാരത്തിൽ ഓരോ വിശ്വാസിയും ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു വിശ്വാസി ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരം തന്നെ കബൂലാവുകയില്ല. അപ്പോൾ അത്രത്തോളം അള്ളാഹു ബഹുമാനിച്ച ആളുകളെ അള്ളാഹു പരസ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നിസ്സാരമായി കരുതരുത്. അതുപോലെ തന്നെ ബദരീങ്ങൾ അള്ളാഹു ബഹുമാനിച്ചവരാണ്. അവരെ നമ്മൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു എത്ര ബഹുമാനിച്ചവരാണ്. അവരുടെ പേരിൽ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ 10 ഗുണങ്ങളാണ്. അള്ളാഹു ചൊല്ലുന്ന സ്വലാത്താണ്. അപ്പോൾ ഇതുപോലെ അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഏറ്റവും വലിയ രക്ഷ വരുന്നത്. നമ്മൾ ഒരുപാട് ഇബാദത്ത് മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. നമുക്കൊരിക്കലും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് പകരമായിട്ട് നമുക്കൊരിക്കലും ഇബാദത്ത് കൊണ്ട് തുല്യപ്പെടുത്താൻ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്ക് ലഭിക്കണം, അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണം. ആ തൃപ്തി ലഭിക്കണമെങ്കിൽ അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കണം. അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും അധികം അള്ളാഹു ബഹുമാനിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ലക്ഷക്കണക്കിന് വിശ്വാസികൾ, വെളുത്തവനും കറുത്തവനും, പണ്ഡിതനും പാമരനും എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് അറഫ മൈതാനയിൽ ഒരുമിച്ച് കൂടുന്നു. അറഫയുടെ ദിവസം ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്, അള്ളാഹ് എന്ന ഒറ്റ നിയ്യത്തോടു കൂടെ. അപ്പോൾ ഈ ഒരു ദിവസത്തിന്, ഇന്നലെയായിരുന്നു മക്കയിൽ ആ ദിവസം അറഫ, പക്ഷെ ഇന്നാണ്. ഈ ഒരു ദിവസത്തിന് അള്ളാഹു അത്രത്തോളം ബഹുമാനം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുക? നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട വചനങ്ങൾ നമ്മൾ ചൊല്ലുക.
നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാവ് കൊണ്ട് ചൊല്ലാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി നമുക്ക് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും കഴിയുന്ന കാര്യങ്ങൾ. നമുക്ക് ഇന്നത്തെ ദിവസം സ്വതക്ക ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്. അംബിയാ മുർസലികൾക്ക് സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. ഇന്നത്തെ ദിവസം രോഗികളെ സന്ദർശിക്കുന്നവർക്ക് അള്ളാഹു അംബിയാ മുർസലികൾക്ക് അവർ രോഗം വന്നിട്ട് അവരെ സന്ദർശിക്കുന്ന പ്രതിഫലമാണ്. ഓരോ കാര്യത്തിനും ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ഇന്നത്തെ അദ്കാറു സ്വബാഹ് മജ്ലിസ് അതിൻ്റെ കുറച്ച് ദുആയും ഇതിൻ്റെ കുറച്ച് ദിക്റുകളും ഒക്കെ ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നമ്മൾ അദ്കാറു സ്വബാഹിൽ വലിയൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് അള്ളാഹു മുത്തഹബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് അമൂല്യമായ ദിക്റുകളുണ്ട്. ദിവസവും പതിവാക്കിയാൽ വലിയ സ്ഥാനത്ത് എത്താൻ സഹായിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും വലിയ സ്ഥാനങ്ങൾ ലഭിക്കാനും വലിയ സന്തോഷം ലഭിക്കാനും കാരണമാക്കുന്ന കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും മുത്തഹബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പതിവാക്കി വരാനുള്ള ഒരു മജ്ലിസായിട്ട് നമ്മൾ ഈ അദ്കാർ സ്വബാഹ് മജ്ലിസ് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അദ്കാർ സ്വബാഹിൻ്റെ ദിക്റുകളും ഈ പറഞ്ഞ കുറച്ച് ദിക്റുകൾ നമുക്ക് യാ ലത്തീഫ് ദിവസവും 129 തവണ ചൊല്ലുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾക്ക് അത് മിസ്സായി പോകാറുണ്ട്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എത്രത്തോളം മഹത്വമേറിയ ദിക്റാണ്. ദിവസം 100 തവണ ചൊല്ലി വരുന്ന ആളുകളുണ്ട്. പലപ്പോഴൊക്കെ അത് ചൊല്ലാൻ കഴിയാറില്ല. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു, ഇതൊക്കെ ഒരു കണക്കാക്കിയിട്ട് നമുക്ക് എല്ലാ ദിവസവും ചൊല്ലി വരുന്ന ഒരു മജ്ലിസ് ആക്കിയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ നമുക്ക് ദിവസവും ചൊല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മജ്ലിസ് ആക്കിയിട്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് ഇൻഷാ അള്ളാഹ്. അതുപോലെ തന്നെ ദിവസവും 40 നാരിയത്ത് സ്വലാത്ത് കൂടിയിട്ട് ഈ അദ്കാർ സുബാഹിൻ്റെ അവസാനം ഉൾപ്പെടുത്തിയിട്ട് ദിവസവും ലൈവ് പോലെ നമുക്ക് ഒരു മഹത്തായ മജ്ലിസ് കൊണ്ട് നടക്കണം. അത് ഏറ്റവും മഹത്തായ ഒരു മജ്ലിസാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് നാരിയത്ത് സ്വലാത്ത് കൂടിയിട്ട് ഉൾപ്പെടുത്താം. ദിവസം 40 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവരെന്താഗ്രഹമാണോ ആ സമയത്തുള്ളത് ആ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കും. അത്രക്ക് മഹത്വമേറിയ ഒരു കാര്യമാണ്. അതും വേഗത്തിൽ ഫലം കാണുന്ന മഹത്തായ സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ അദ്കാർ സുബാഹ് മജ്ലിസും അതുപോലെ തന്നെ അറഫാ ദിനത്തിൽ ഇന്നത്തെ ദിവസം പ്രത്യേകം ചൊല്ലേണ്ട അതിമഹത്തായ ദിക്റുകളും കൂടി ചൊല്ലുകയാണ് ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് നമ്മൾ 3 ഫാത്തിഹ ഓതുകയാണ്. ഒന്നാമത്തെ ഫാത്തിഹ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, രണ്ടാമത്തെ ഫാത്തിഹ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും, ബദരീങ്ങൾ, ശുഹദാക്കൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അതുപോലെ തന്നെ ഖുലഫാ റാഷിദീങ്ങൾ, അതുപോലെ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എല്ലാവർക്കും വേണ്ടിയിട്ട് രണ്ടാമത്തെ ഫാത്തിഹ. മൂന്നാമത്തെ ഫാത്തിഹ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി. അപ്പം എല്ലാവർക്കും ആയി, പ്രത്യേകമുള്ളവർക്ക് പ്രത്യേകവുമായി. അപ്പോൾ ആദ്യത്തെ ഫാത്തിഹ ഓതുകയാണ്. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാ ഹളറത്തി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. രണ്ടാമത്തെ ഫാത്തിഹ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ
മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും, അതുപോലെ തന്നെ ബദരീങ്ങൾ, ശുഹദാക്കൾ, ഖുലഫായ റാഷിദീങ്ങൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, എല്ലാ ഔലിയാക്കൾ, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവർക്ക് എല്ലാവരെയും കരുതിയിട്ട് രണ്ടാമത്തെ ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. മൂന്നാമത്തെ ഫാത്തിഹ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി അവരുടെ പേരിൽ നമ്മൾ മൂന്നാമത്തെ ഫാത്തിഹ ഓതുകയാണ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله. അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ അദ്കാർ സുബാഹ മജ്ലിസ് 300 ദിവസം പിന്നിട്ടു. അൽഹംദുലില്ലാ. ആയിരക്കണക്കിന് ആശിക്യങ്ങൾ ദിവസവും പതിവാക്കുന്ന ചൊല്ലിവരുന്ന അതിമഹത്തായ ഒരു മജ്ലിസാണിത്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഗ്രഹങ്ങളും എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി എല്ലാ സന്തോഷവും, ജീവിതത്തിൽ എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോകത്തും അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമതായിട്ട് നമ്മൾ ചൊല്ലുന്നത് മഹത്തായ ആയത്തുൽ കുർസിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മുടെ ഏറ്റവും വലിയ കാവലാണ് ആയത്തുൽ കുർസി. മാത്രമല്ല, ആയത്തുൽ കുർസിന്റെ ഏറ്റവും ഒരു മഹത്തായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദിവസവും എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പതിവാക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരേ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ, അത് മരണം മാത്രമാണ് എന്ന് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അത്രയധികം മഹത്വമേറിയതാണ് ആയത്തുൽ കുർസി. അത് എപ്പോഴും നമ്മൾ പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായി നമ്മൾ ചൊല്ലുകയാണ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അൽഹംദുലില്ലാ. മൂന്നാമതായിട്ട് നമ്മൾ ചൊല്ലുന്നത് മഹത്തായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രവേശിക്കും. അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലിയിട്ട് നേരം വെളുക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ടാലും സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതിമഹത്തായ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറുകളുടെ നേതാവാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് നമ്മൾ ചൊല്ലുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. الحمد لله. നാലാമതായി നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ എല്ലാ അദ്കാർ സുബാഹിൻ്റെ മജ്ലിസിലും ഓരോ പ്രഭാതത്തിലും ആദ്യം നമ്മൾ ചൊല്ലേണ്ട അതിമഹത്തായ ദുആയാണ്. നമ്മുടെ 1000 സ്വലാത്ത് മജ്ലിസിലും ഒക്കെ നമ്മൾ ചൊല്ലി വരുന്ന മഹത്തായ ദുആയാണിത്. أصبحنا وأصبح الملك لله والحمد لله
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر. الحمد لله. أنجامة دعاء. أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم عليه السلام حنيفا وما كان من المشركين. ആറാമതായി നമ്മൾ ചൊല്ലുന്നത് ഈ പറയുന്ന ദിക്ർ നമ്മൾ ദിവസവും 7 തവണ പതിവാക്കിയ എല്ലാ ദിവസവും ചൊല്ലി വന്നാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് അല്ലാഹു രക്ഷ നൽകുമെന്ന് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ ഇന്നത്തെ ദിവസം അറഫാത്തിന്റെ ദിവസത്തിൽ പ്രത്യേകം ചൊല്ലേണ്ട അതിമഹത്തായ കുറച്ച് ദിക്റുകളാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. അത്ര മഹത്വമേറിയ ദിക്റുകളാണ്. ഇതിന്റെ പ്രതിഫലം പറഞ്ഞാൽ തീരാത്ത ദിക്റുകളാണ്. കുറച്ചെണ്ണമേ 33 തവണ മാത്രമേ ഓരോ ദിക്റുകളും ചൊല്ലുന്നുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി നമ്മൾ ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. പറഞ്ഞാൽ ഇതിന് പ്രതിഫലം തീരില്ല. അത്ര മഹത്വമേറിയ ദിക്റാണിത്. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة
إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا حي يا قيوم برحمتك أستغيث 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 يا حي يا قيوم
قيوم برحمتك أستغيث يا حي يا 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 قيوم برحمتك أستغيث لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين حسبنا الله ونعم الوكيل 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 أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه
أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه
وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യമെന്നത്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ അസുഖങ്ങളും അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മളൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാലാവും മനസ്സിലാവുക, നമ്മളെക്കാൾ ഒരുപാട് കുറവുള്ള ആളുകൾ. അവരെ കാണുമ്പോൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ അൽഹംദുലില്ലാ പറയണം. കാരണം ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ മുറിക്കപ്പെട്ട ആളുകളുണ്ട്, നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ എത്ര വലിയ അനുഗ്രഹമാണ്. ഓരോ ശരീരഭാഗത്തിനും എത്ര സൗന്ദര്യത്തോടു കൂടി അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. എത്ര അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞാലും മതിയാവാത്തതാണ്. അള്ളാഹു അത് നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അത് നിലനിൽക്കാനുള്ള മഹത്തായ ദുആയാണ് അടുത്തതായി ചൊല്ലുന്നത്. ആത്മാർത്ഥമായി തന്നെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദുആയാണ് ആഫിയത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. നമ്മളെപ്പോഴും ചൊല്ലണം ആ ദുആ. ഒന്നാമത്തെ ദുആ, ആഫിയത്ത് രണ്ട് ദുആയുണ്ട്. അതിൽ ഒന്നാമത്തെ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ في الدنيا والآخرة اللهم إني أسألك العفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في الدنيا والآخرة. രണ്ടാമത്തെ ദുആ, اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم إني أعوذ بك من الكفر والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم إني أعوذ بك من الكفر والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم إني أعوذ بك من الكفر والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മൾ എല്ലാ അസുഖങ്ങളും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മൾ ചൊല്ലുന്നത് ഒരു 33 ഇസ്തിഗ്ഫാർ. നാളെ ഇൻഷാ അല്ലാഹ് ഇതിൽ വ്യത്യസ്തമായ രീതിയിലാവും. കാരണം ഇന്ന് നമ്മൾ അറഫ ദിനമായതുകൊണ്ടാണ്
ഇത്തരം ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലുന്നത് നാളെ വ്യത്യസ്തമായിട്ടുള്ള അദ്കാർ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട ദിക്റുകളും നാരിയത്തു സ്വലാത്ത് മജ്ലിസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു മജ്ലിസാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ തീർക്കാവുന്ന തരത്തിലാണ് നമ്മൾ മജ്ലിസ് ഉണ്ടാക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിക്ർ നമ്മൾ ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 أستغفر الله العظيم 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 سبحان الله وبحمده 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 لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله
ബില്ലാഹിൽ അലിയിൽ അളീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ 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 ബില്ലാഹിൽ അലിയിൽ അളീം. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ ഇൽമ് നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ നാഫിയ ഇൽമ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിസ്ഖിൽ വലിയ വിശാലത ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇബാദത്തിൽ വലിയ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഇബാദത്ത് ചെയ്യാനുള്ള അനുഗ്രഹം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള മഹത്തായ ദുആയാണ് നമ്മൾ അദ്കാർ സുബാഹിൽ ചൊല്ലുന്ന ദുആയാണ്. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. الحمد لله. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഈ മജ്ലിസിലെ അവസാനത്തെ ദിക്റാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതിമഹത്തായ, നമ്മൾ ഇന്നത്തെ ദിവസം അറഫയുടെ ദിവസവും എല്ലാ ദിവസവും ഏറ്റവും അധികം അധികരിപ്പിക്കേണ്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അതിന് മുകളിലേക്ക് ഒരു ദിക്റില്ലാത്ത മഹത്തായ ഷഹാദത്ത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ ദിക്ർ തഹ്ലീൽ 100 തവണ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അതിമഹത്തായ ദിക്റുകളുടെ ഒരു മജ്ലിസാണിത്. അപ്പോൾ ഈ മജ്ലിസുകൾ ദിവസവും പതിവാക്കിയിട്ട് എന്താഗ്രഹമാണോ നമുക്കുള്ളത് അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അത് ഒരിക്കലും അത് തട്ടിക്കളയുകയില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ ദുആ ചെയ്യുന്നത്, എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് അള്ളാഹുവോട് ഞാൻ എത്ര കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോഴും എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നത് ഞാൻ അധികവും ക്യാമറയിൽ പകർത്തുന്നത് എനിക്കിഷ്ടമല്ല. കാരണം അത് അള്ളാഹുവുമായിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം, ഞാൻ അള്ളാഹുവോട് ചോദിക്കുന്നതാണ്. അത് മറ്റൊരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാനിങ്ങനെയാണെന്ന് കരുതിയിട്ട് മറ്റുള്ളവർ ഈ ക്യാമറയിൽ നോക്കി ദുആ ചെയ്യുന്ന ആളുകളൊക്കെ മോശക്കാരാണെന്നോ അവരുടെ ദുആ ഒന്നും സ്വീകരിക്കൂല ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു രീതി എനിക്ക് പേഴ്സണലായിട്ട് ഒരു അനിഷ്ടമുള്ള കാര്യമാണ്. ദുആ ചെയ്യുന്ന സമയത്ത് അത് ക്യാമറയിൽ നോക്കിയിട്ട് ദുആ ചെയ്യുമ്പോൾ എനിക്കെൻ്റെ മനസ്സിനൊരു അതൃപ്തി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ക്യാമറ ഓഫാക്കാറുണ്ടാവും. സൗണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യും, പക്ഷേ ക്യാമറ ഞാൻ ആ സമയത്ത് കാരണം എനിക്ക് എൻ്റെ ആക്ഷനൊക്കെ ചില സമയത്ത് അത് മറ്റുള്ളൊരാൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. സത്യത്തിൽ അള്ളാഹുവോട് ചോദിക്കുമ്പോഴുള്ള നമ്മൾ ആ വിനയാന്വിതനായിട്ട് അള്ളാഹുവോട് ചോദിക്കണം. അത് ഞാനും എൻ്റെ റബ്ബും കൂടി അറിയേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു വസ്തുത അതാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ദുആ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ കരുതുന്നത് നിങ്ങളൊക്കെ ദിവസവും നമ്മളൊക്കെ 1000 സ്വലാത്ത് ചൊല്ലുന്ന ഒരുപാട് ആശിക്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന ദുആയിലാണ് എനിക്ക് പ്രതീക്ഷ. നിങ്ങളൊക്കെ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ്, തഹജ്ജുദ് സംഗമം കഴിഞ്ഞ് ഒരുപാട് സ്വലാത്തുകളൊക്കെ ചൊല്ലി, ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമ്പോൾ, നമ്മൾ ഇഷ്ക് മദീന കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതിലൂടെയാണ് നമ്മുടെ ഇഷ്ക് മദീന കുടുംബം മുന്നോട്ട് പോകുന്നത്. എളിയവനായ ഞാനും ദുആ ചെയ്യുന്നുണ്ട്, എൻ്റെ കുടുംബവും ഒക്കെ, കുട്ടികളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മൾ എല്ലാവരെയും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വലിയ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഇരുലോകത്തും അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തഹ്ലീൽ ചൊല്ലുകയാണ്. തഹ്ലീൽ ചൊല്ലിയിട്ട് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് 100 തഹ്ലീൽ ചൊല്ലുകയാണ്. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ അദ്കാർ സ്വബാഹ് മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളിലും സ്വലാത്തുകളിലും ദുആകളിലും എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ ദുആകള് എല്ലാം അല്ലാഹുവേ നീ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. സർവ്വ അംബിയാ മുർസലീങ്ങളുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. എല്ലാ ശുഹദാക്കളുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. എല്ലാ ഔലിയാക്കളുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളുടെ ജീവിതം, ഇരുലോക ജീവിതം ധന്യമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഇരുലോകത്തെയും എല്ലാ വിഷമങ്ങളും അല്ലാഹുവേ നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും മാറ്റി ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമ പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഭാവിയിൽ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ നിർവഹിച്ച് സന്തോഷത്തോടു കൂടെ ഹാജിമാർക്ക് അവരവരുടെ നാട്ടിലേക്ക് അല്ലാഹുവേ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇഷ്ക് മദീന കുടുംബത്തിൽ നിന്ന് പോയ ഒരുപാട് ഹാജിമാരുണ്ട് റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ നിർവഹിച്ച് സന്തോഷത്തോടു കൂടെ വീടണയാൻ ഉള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹജ്ജ് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും അതുപോലെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ. മനസ്സ് നന്നാക്കി തരണം അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളും ദുർചിന്തകളും അല്ലാഹുവേ നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നിലനിർത്തണേ അല്ലാഹുവേ. ഇഷ്ക് മദീന കുടുംബത്തിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാന്റെ പ്രകാശവും നിന്റെ മാരിഫത്തും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണം അല്ലാഹുവേ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരയും ഖിയാമത്ത് നാൾ വരെയും സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, അവരെ ഛിന്ന ഭിന്നമാക്കണം അല്ലാഹുവേ. അവരുടെ സംഘടിത ശക്തിയെ നീ ക്ഷയിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീൻ്റെ മക്കളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അവർക്ക് ക്ഷമ നൽകണം റഹ്മാനെ. അവർക്ക് ഭക്ഷണം നൽകണേ അല്ലാഹുവേ. അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്രായേലിനെ ഛിന്ന ഭിന്നമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീൻ്റെ മക്കളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അർഹമുർ റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനെ. എല്ലാം നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, ദുആ വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ശാരീരികവും മാനസികവും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വളരെ പെട്ടെന്നൊരു പരിഹാരം നീ കാണിച്ചു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
അള്ളാഹുവെ ഇഷ്ക് മദീന കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട്. ശാരീരികമായും മാനസികമായും പല പല രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. റഹ്മാനെ അള്ളാഹുവെ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ രോഗശയ്യയിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ ഞങ്ങളുടെ എല്ലാ അസുഖങ്ങളും നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ അള്ളാഹുവെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ. റഹ്മാനെ ആൺകുട്ടികളെ വേണ്ടവർക്ക് ആൺകുട്ടികളെ നൽകണേ. റഹ്മാനെ പെൺകുട്ടികളെ വേണ്ടവർക്ക് പെൺകുട്ടികളെ നൽകണേ. റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. റഹ്മാനെ അള്ളാഹുവെ എല്ലാ അസുഖങ്ങളെ തൊട്ട് മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കണം. റഹ്മാനെ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് മുതലായ മാരക രോഗങ്ങൾ അള്ളാഹുവെ തരല്ല. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും നീ നൽകല്ല. റഹ്മാനെ അള്ളാഹുവെ ഓപ്പറേഷൻ വേണ്ടിവരുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. റഹ്മാനെ എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹുവെ കാത്തുരക്ഷിക്കണം. റഹ്മാനെ അള്ളാഹുവെ കാലവിപത്തുകളിൽ ഞങ്ങളെ പെടുത്തല്ല. അള്ളാഹുവെ എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. റഹ്മാനെ വാഹന അപകടങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. റഹ്മാനെ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ. റഹ്മാനെ അള്ളാഹു ഒരുപാട് ആളുകൾ വാഹനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഏറ്റവും നല്ല സുരക്ഷിതമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ. റഹ്മാനെ അള്ളാഹുവെ പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും സന്തോഷം നൽകണേ. ജോലിയിൽ വലിയ പുരോഗതി നൽകണം. റഹ്മാനെ വലിയ സന്തോഷം നൽകണേ. റഹ്മാനെ അവർ എത്രയും പെട്ടെന്ന് അള്ളാഹുവെ അവരെ കടങ്ങളൊക്കെ വീട്ടി സന്തോഷത്തോടുകൂടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് നാട്ടിൽ സന്തോഷമായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ ഏറ്റവും നല്ല ദാമ്പത്യം അവർക്കും നൽകണേ. അവർക്കും ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. റഹ്മാനെ പ്രവാസികളിൽ അള്ളാഹു ഖൈറായ അനുയോജ്യമായ ജോലി നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്കിടയിൽ വലിയ സ്നേഹവും ഐക്യവും എല്ലാം പ്രദാനം ചെയ്യണേ. റഹ്മാൻ ഇഷ്ക് മദീന കുടുംബത്തിൽ പരസ്പരം വലിയ സ്നേഹം നൽകണേ. റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലും അള്ളാഹു നീ ഐക്യം പ്രദാനം ചെയ്യണേ. റഹ്മാനെ അള്ളാഹുവെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരിപൂർണമായ മനസ്ഥിതി നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ കുടുംബ കലഹത്തെ തൊട്ട് അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. റഹ്മാനെ അള്ളാഹു ഇസ്ലാമികമായ സംസ്കാരവും ആദർശവും ചുറ്റുപാടും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും നീ നിലനിർത്തി അനുഗ്രഹിക്കണേ. റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ യുവാക്കളെ നീ ദീനിൻ്റെ യുവാക്കളാക്കണം. റഹ്മാനെ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ. റഹ്മാനെ ഞങ്ങളുടെ സഹോദരിമാരെയും പെൺമക്കളെയും ഭാര്യമാരെയും നല്ല സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തണം. റഹ്മാനെ അള്ളാഹുവെ ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. റഹ്മാനെ നീ അവർക്ക് സമാധാനം നൽകണേ. റഹ്മാനെ ക്ഷമ പ്രദാനം ചെയ്യണേ. അള്ളാഹുവെ മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ദാമ്പത്യ ജീവിതങ്ങളുണ്ട്. റഹ്മാനെ അവർക്ക് അള്ളാഹുവെ ആ മദ്യപാനമൊക്കെ ഒഴിവാക്കി നല്ലൊരു കുടുംബജീവിതം നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ അള്ളാഹുവെ സ്വഭാവം നന്നാക്കി നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ ഞങ്ങൾക്ക് നൽകിയ മക്കളെ അള്ളാഹു നീ സ്വാലിഹീങ്ങളാക്കി സ്വാലിഹാത്തുകളാക്കി തരണം. റഹ്മാനെ അള്ളാഹു മക്കളില്ലാത്തവർക്ക് സൽസ്വഭാവികളായ മക്കളെ നൽകണം. റഹ്മാനെ ദുനിയാവിലും പരലോകത്തും ഞങ്ങളുടെ കണ്ണിന് കുളിർമയാകുന്ന അള്ളാഹുവെ മക്കളെ നൽകണം. ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന മക്കളെ നൽകല്ല. റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകല്ല. അള്ളാഹുവെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളുടെ സന്താനങ്ങളെ നീ കാത്തുരക്ഷിക്കണം. റഹ്മാനെ ഞങ്ങൾക്കും കുടുംബത്തിനും സമുദായത്തിനും ദുനിയാവിലും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണം. ധാർമ്മിക ബോധമുള്ളവരാക്കണം. റഹ്മാനെ അവരുടെ പഠനത്തിൽ നീ വലിയ പുരോഗതി നൽകണം. റഹ്മാനെ നല്ല ബുദ്ധിശക്തി നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ അള്ളാഹു നിന്റെ പൊരുത്തത്തിലുള്ള ഇൽമ് അള്ളാഹുവെ അവർക്ക് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവെ ധാരാളം ഉപകാരമുള്ള അറിവുകൾ നൽകണം. റഹ്മാനെ അള്ളാഹുവെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം. റഹ്മാനെ ലഭിക്കുന്ന ശമ്പളത്തിൽ വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ ഹലാലായ സമ്പാദ്യം കൊണ്ട് കുടുംബം പുലർത്താനും അവരെയും ഞങ്ങളെയും സഹായിക്കണം. അള്ളാഹുവെ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനെ ഖൈറായ വീട് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ വീടിൻ്റെ പണി
തുടങ്ങി വെച്ച ആളുകളുണ്ട് റഹ്മാനെ, എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗികളായി കിടക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് റഹ്മാനെ, അവർക്കൊക്കെ അല്ലാഹുവേ നീ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഏറ്റവും ഹൈറായ രീതിയിൽ, അവർക്ക് മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിൽ കുടുംബത്തിലുള്ളവർക്ക് പരിപാലിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും മക്കളെ നോക്കുകയും ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അല്ലാഹു നീ വലിയ പ്രതിഫലം നൽകണം റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് വലിയ സന്തോഷം നൽകണം റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ഞങ്ങളുടെയൊക്കെ സമയങ്ങളിൽ വലിയ ബർക്കത്ത് നൽകണ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹു ദിവസവും 1000 സ്വലാത്ത് പതിവാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഏറ്റവും നല്ല ആശിക്യങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ഇഷ്കമദീന കുടുംബത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളിലും വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഗർഭിണികളായ ഭാര്യമാർക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവസാനം മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുമുഖം കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടു കൂടെയുള്ള മരണം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിലെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മുൻകർ നക്കീറിൻ്റെ ചോദ്യങ്ങളിൽ നിർഭയം ഉത്തരം പറയാനുള്ള തൗഫീഖ് അല്ലാഹു നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നന്മ തിന്മകൾ എഴുതപ്പെട്ട ഏടുകൾ നൽകുന്ന സമയത്ത് ഞങ്ങളുടെ വലത് കൈയിൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവെ എല്ലാവരും ബുദ്ധിമുട്ടുന്ന ആ മഹ്ശറയിൽ കഠിനമായ ചൂടിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവെ അർശിൻ്റെ തണൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവെ ഞങ്ങളുടെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു ഞങ്ങൾ ചൊല്ലി വരുന്ന ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും ഒക്കെ മിസ്ല സവാബ് അവരുടെ ഖബറിൽ നീ എത്തിച്ചു നൽകി അവരുടെ ഖബറിനെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് അവരെയും ഞങ്ങളെയും കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم بحق جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.